നമസ്കാരം. ലെറ്റ്സ് റീഡ് ദ ന്യൂസ് ബൈ അബീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ദൈനംദിനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ പത്രം വായന നമ്മളിൽ അന്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നിങ്ങൾക്കും എനിക്കും ഒരുപോലെ അറിയാവുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി ചില പ്രധാന കാര്യങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ജനുവരി 30. അത് നിങ്ങളുടെ ഓർമ്മയിൽ പെടുത്തുന്നതിന് വേണ്ടിയും പത്രം വായന നമ്മളിൽ നിന്നും ഒരുപാട് അന്യമായിക്കൊണ്ടിരിക്കുന്നു സാഹചര്യത്തിൽ നമ്മുടെ ഫോണിൽ ഏത് സമയത്തും ഏത് ഇടങ്ങളിലും വെച്ച് പല കാര്യങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് ഈ വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊരു അറിവായിരിക്കുമല്ലോ എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാൻ ഇത് പറയുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും നമ്മൾ അപ്ഡേറ്റഡ് ആവുന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ മലയാളികളിപ്പോൾ പല മാധ്യമങ്ങളെയും ആശ്രയിക്കാറുണ്ട്. കൂടുതലും നമ്മളോടൊപ്പം ഏത് നേരവും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണുകളെ പല കാര്യത്തിലും ഗൂഗിൾ സെർച്ച് ചെയ്തൊക്കെ ആലോചിക്കാറുണ്ട്. പക്ഷേ എന്താണ് അനുദിനം നടക്കുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവരണം നമ്മളിൽ നിന്നൊക്കെ അകന്നു പോകുന്നുണ്ടോ, നമ്മളിൽ നിന്നൊക്കെ അന്യമായിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. ഇനി നിങ്ങളെ അറിയിക്കാനുള്ളത് പുതിയ ഈ വാർത്ത നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം. നമ്മൾ പരസ്പരം തർക്കത്തിനിടെ പോയി ചാവ് എന്ന് ദമ്പതികൾക്കിടയിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലും പറയുന്നത് കേട്ട് ആരെങ്കിലും സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല എന്ന് ഹൈക്കോടതി. അതുപോലെ തന്നെ ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് 5ാം T20 ക്രിക്കറ്റ് മത്സരം തിരുവനന്തപുരത്ത് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ ഇന്ന് നടക്കുകയാണ്. സഞ്ജുവിൻ്റെ നാട്ടിൽ നടക്കുന്ന ഈ മത്സരത്തിൽ വലിയ ആവേശത്തിലാണ് മലയാളികൾ. ഇന്ന് എത്തുന്നവർക്ക് ടിക്കറ്റ് ലഭ്യമായവർ തീർച്ചയായും കാണാൻ ശ്രമിക്കണം. ഇന്ന് 7 മണിക്ക് ആരംഭിക്കുന്ന മത്സരത്തിൻ്റെ മുഴുവൻ ടിക്കറ്റുകളും വിറ്റ് തീർന്നു. അപ്പോൾ ഫുൾ ക്രൗഡായിരിക്കും. എല്ലാവരും കാണുക, ആസ്വദിക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ കാണാം. ലെറ്റ്സ് റീഡ് ദ ന്യൂസ് ബൈ അബീസ്.